അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഓവറോൾ സിസ്റ്റം സ്ട്രക്ചർ ആണ്. ഡാറ്റാബേസ് സിസ്റ്റത്തിന്റെ ഓവറോൾ സിസ്റ്റം സ്ട്രക്ചർ. ഓവറോൾ സിസ്റ്റം സ്ട്രക്ചറിന് 4 പാർട്സ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് ഡാറ്റാബേസ് യൂസേഴ്സ് ആണ്. ഡാറ്റാബേസ് യൂസേഴ്സ് എന്ന് പറയുന്നത് ഇത്രയും സെക്ഷൻ ആണ് ഡാറ്റാബേസ് യൂസേഴ്സ് കവർ ചെയ്യുന്നത്. സെക്കൻഡ് പാർട്ട് എന്ന് പറയുന്നത് ക്വറി പ്രൊസസർ ആണ്. ക്വറി പ്രൊസസർ എന്ന് പറയുന്നത് ഈ ഡോട്ടഡ് ലൈൻ വെച്ച് സെപ്പറേറ്റ് ചെയ്തിട്ടുള്ള പോർഷനെയാണ് ക്വറി പ്രൊസസർ എന്ന് പറയുന്നത്. ഇനി തേർഡ് പാർട്ട് എന്ന് പറയുന്നത് സ്റ്റോറേജ് മാനേജർ ആണ്. ഈ ഡോട്ടഡ് ലൈൻ വെച്ച് സെപ്പറേറ്റ് ചെയ്തിട്ടുള്ള പോർഷൻ ആണ് സ്റ്റോറേജ് മാനേജർ എന്ന് പറയുന്നത്. ഇനി ആക്ച്വൽ സ്റ്റോറേജ് വരുന്നത് ഡിസ്ക് സ്റ്റോറേജിലാണ്. ഈ സെക്ഷനാണ് ആക്ച്വൽ സ്റ്റോറേജ് എന്ന് പറയുന്നത് വരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് പോർഷൻ എന്താ പറയുന്നത്, ഡാറ്റാബേസിന്റെ യൂസേഴ്സ് ആണ്. അപ്പോൾ 4 ടൈപ്പ് യൂസേഴ്സ് ആണ് വരുന്നത്. നേവ് യൂസേഴ്സ്, ആപ്ലിക്കേഷൻ പ്രോഗ്രാമേഴ്സ്, സൊഫിസ്റ്റിക്കേറ്റഡ് യൂസേഴ്സ് ആൻഡ് ഡാറ്റാബേസ് അഡ്മിനിസ്ട്രേറ്റർ. ഇതിൽ നേവ് യൂസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു വെബ്സൈറ്റ് ഒക്കെ എടുക്കുകയാണെങ്കിലും അതിന്റെ ആപ്ലിക്കേഷൻ ഇന്റർഫേസ് യൂസ് ചെയ്യുന്ന ആൾക്കാരെയാണ് നേവ് യൂസർ എന്ന് പറയുന്നത്. അതായത് ഓൾറെഡി റൈറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു പ്രോഗ്രാമിനെ യൂസ് ചെയ്തിട്ട് വർക്ക് ചെയ്യുന്നവർ. നമ്മൾ ഒരു ബാങ്കിലോ അല്ലെങ്കിൽ ഒരു യൂണിവേഴ്സിറ്റി കൺസിഡർ ചെയ്യുക. യൂണിവേഴ്സിറ്റിയിൽ നമ്മൾ എന്തെങ്കിലും ആപ്ലിക്കേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് ലോഗിൻ ചെയ്യാൻ നിൽക്കുക. യൂണിവേഴ്സിറ്റി സൈറ്റിലേക്ക് നിങ്ങൾ വെബ്സൈറ്റ് എടുക്കുകയാണ്. അപ്പോൾ വെബ്സൈറ്റ് എടുത്തു കഴിഞ്ഞാൽ കാണുന്ന സാധനത്തിനെയാണ് എന്ത് പറയുന്നത്, ആപ്ലിക്കേഷൻ ഇന്റർഫേസ് എന്ന് പറഞ്ഞാൽ ആ വെബ് പേജിനെയാണ് ആപ്ലിക്കേഷൻ ഇന്റർഫേസ് എന്ന് പറയുന്നത്. അവിടെ ഇപ്പോൾ നിങ്ങൾ അപ്ലൈ ചെയ്യാനാണ് പോകുന്നതെങ്കിൽ അപ്ലൈ എന്ന് പറയുന്ന ബട്ടൺ കറസ്പോണ്ടിങ് ആയിട്ട് ഒരു പ്രോഗ്രാം ഉണ്ടാവും. ആ പ്രോഗ്രാം നിങ്ങൾ എന്താ ചെയ്യുന്നത്, യൂസ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ ആപ്ലിക്കേഷൻ പ്രോഗ്രാം യൂസ് ചെയ്തിട്ട് വർക്ക് ചെയ്യുന്നവരാണ് നേവ് യൂസേഴ്സ്. അപ്പോൾ അതിന്റെ എക്സാമ്പിൾ നോക്കാം. ടെല്ലേഴ്സ്, ഏജൻസ്, വെബ് യൂസേഴ്സ്, ഇവരൊക്കെയാണ് നേവ് യൂസർ ആയിട്ട് വരുന്നത്. അവർ ശരിക്കും നമ്മൾ സിസ്റ്റമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നവരാണ്. അവർ ഓൾറെഡി റിട്ടേൺ ചെയ്ത് വെച്ചിട്ടുള്ള പ്രോഗ്രാംസ് യൂസ് ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ അല്ലേ. ഇനി സെക്കൻഡ് യൂസേഴ്സ് എന്ന് പറയുന്നത് ആപ്ലിക്കേഷൻ പ്രോഗ്രാമേഴ്സ് ആണ്. അതായത് ഇവരാണ് ആക്ച്വൽ കോഡ് റൈറ്റ് ചെയ്യുന്നത്. ആപ്ലിക്കേഷൻ പ്രോഗ്രാമേഴ്സ് ആണ് നമ്മളെ ഇപ്പോൾ വെബ്സൈറ്റ് ഡെവലപ്പ് ചെയ്യുകയാണെങ്കിൽ അതിന്റെ ആവശ്യമായിട്ടുള്ള പ്രോഗ്രാം കോഡ് റൈറ്റ് ചെയ്യുന്നത് ഈ ആപ്ലിക്കേഷൻ പ്രോഗ്രാമേഴ്സ് ആണ്. അവരെന്താ ചെയ്യുന്നത്, റൈറ്റ് ആപ്ലിക്കേഷൻ പ്രോഗ്രാം. അപ്പോൾ ഇവർ ആപ്ലിക്കേഷൻ പ്രോഗ്രാംസ് റൈറ്റ് ചെയ്യും. ആ റൈറ്റ് ചെയ്ത പ്രോഗ്രാംസ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ആപ്ലിക്കേഷൻ ഇന്റർഫേസ് വഴി യൂസ് ചെയ്യുന്നത്. ഓക്കെ. തേർഡ് ടൈപ്പ് യൂസേഴ്സ് ആണ് സോഫിസ്റ്റിക്കേറ്റഡ് യൂസേഴ്സ്. ഇവരാണ് ഡാറ്റാബേസിന്റെ ക്വറീസ് ഒക്കെ റൈറ്റ് ചെയ്യുന്നവർ. അപ്പോൾ ഡാറ്റാബേസ് ക്വറീസ് വെച്ചിട്ട് സിസ്റ്റമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നവരെയാണ് എന്ത് പറയുന്നത്, സോഫിസ്റ്റിക്കേറ്റഡ് യൂസേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അവർ ക്വറി ടൂൾസ് യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യും, ആവശ്യമുള്ള ക്വറീസ് റൈറ്റ് ചെയ്യും, എന്നിട്ടാണ് ഇന്ററാക്ട് ചെയ്യുന്നത്. പിന്നെ വരുന്നതാണ് ഡാറ്റാബേസ് അഡ്മിനിസ്ട്രേറ്റർ. ഇത് നിങ്ങൾക്ക് സെപ്പറേറ്റ് ടോപ്പിക് ആയിട്ട് തന്നെ പഠിക്കാനുണ്ട്. ഡാറ്റാബേസ് അഡ്മിനിസ്ട്രേറ്റർ എന്താ ചെയ്യുക, ഡാറ്റാബേസ് അഡ്മിനിസ്ട്രേറ്റർ അഡ്മിനിസ്ട്രേറ്റീവ് ടൂൾസ് യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യും, കോർഡിനേറ്റ് ചെയ്യും. അതായത് എല്ലാ ആക്ടിവിറ്റീസും കോർഡിനേറ്റ് ചെയ്യുന്നത്, സ്കീമ ഡെഫിനേഷൻ, അതുപോലെ തന്നെ ഇന്റഗ്രിറ്റി കൺസിഡറേഷൻ, അതൊക്കെ ചെയ്യുന്നത് ഡാറ്റാബേസ് അഡ്മിനിസ്ട്രേറ്റർ ആണ്. ഇത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. ഓക്കെ. അപ്പൊ 4 ടൈപ്പ് യൂസേഴ്സ് ആണെന്നുള്ളതായിട്ട് മനസ്സിലാക്കുക. നേവ് യൂസർ, ആപ്ലിക്കേഷൻ പ്രോഗ്രാമർ, സോഫിസ്റ്റിക്കേറ്റഡ് യൂസർ, ഡാറ്റാബേസ് അഡ്മിനിസ്ട്രേറ്റർ. നേവ് യൂസർ ആപ്ലിക്കേഷൻ ഇന്റർഫേസ് വെച്ചിട്ട് ഇന്ററാക്ട് ചെയ്യും. ആപ്ലിക്കേഷൻ പ്രോഗ്രാമർ ആപ്ലിക്കേഷൻ പ്രോഗ്രാം റൈറ്റ് ചെയ്യും. സോഫിസ്റ്റിക്കേറ്റഡ് യൂസർ ക്വറി ടൂൾസ് വെച്ചിട്ട് ക്വറി റൈറ്റ് ചെയ്തിട്ട് ഇന്ററാക്ട് ചെയ്യും. ഡാറ്റാബേസ് അഡ്മിനിസ്ട്രേറ്റർ എല്ലാ ആക്ടിവിറ്റീസും കോർഡിനേറ്റ് ചെയ്യും. ഓക്കെ. അപ്പോൾ നെക്സ്റ്റ് സെക്ഷൻ എന്ന് പറയുന്നത് ക്വറി പ്രൊസസറിന്റെ സെക്ഷനാണ്. അപ്പോൾ ക്വറി പ്രൊസസറിന്റെ സെക്ഷൻ എടുക്കുന്ന സമയത്ത് നമുക്ക് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാം. ആപ്ലിക്കേഷൻ പ്രോഗ്രാംസ് ഉണ്ട്. അപ്പം നമ്മൾ പ്രോഗ്രാം എഴുതി കഴിഞ്ഞാൽ എന്ത് ചെയ്യും, പ്രോഗ്രാമിനെ കമ്പൈൽ ചെയ്യും അല്ലേ. അപ്പോൾ എന്ത് ചെയ്യും, ഈ പ്രോഗ്രാമിനെ കമ്പൈലർ ആൻഡ് ലിങ്കറിലേക്ക് കൊടുക്കുന്നു. പ്രോഗ്രാമിനെ കമ്പൈൽ ചെയ്ത് കഴിഞ്ഞാൽ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒബ്ജക്റ്റ് കിട്ടും, ഒബ്ജക്റ്റ് കോഡ് അല്ലേ, ആപ്ലിക്കേഷൻ പ്രോഗ്രാം ഒബ്ജക്റ്റ് കോഡ്. അപ്പോൾ ഇതിനെ കമ്പൈൽ ചെയ്ത് കിട്ടിയ ഒബ്ജക്റ്റ് കോഡാണ് ഇത്. പിന്നെ ഇവിടെ നോക്കാം. അപ്പൊ എന്ത് ചെയ്തിട്ടുണ്ട്, സോഫിസ്റ്റിക്കേറ്റഡ് യൂസർ ക്വറി ടൂൾസ് വെച്ചിട്ട് ക്വറി എഴുതിയിട്ടുണ്ട് അല്ലേ. അപ്പൊ ആ ക്വറീനെ പറയുന്ന പേരാണ് DML ക്വറീസ്, ഡാറ്റ മാനിപ്പുലേഷൻ ലാംഗ്വേജ് ക്വറീസ് ആണ്. അപ്പൊ ഈ ക്വറീസ് ഇവിടെ ഉണ്ടാവും. ആൻഡ് നമ്മളിപ്പോ ആപ്ലിക്കേഷൻ പ്രോഗ്രാം എഴുതുന്ന സമയത്ത് ഈ ആപ്ലിക്കേഷൻ പ്രോഗ്രാമിന്റെ കൂടിയും എംബഡ് ചെയ്തിട്ട് എന്തുണ്ടാവാം, ക്വറീസ് ഉണ്ടാവാം. അപ്പൊ ആ ക്വറീസും ഉണ്ടാവും, അതും ഇങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്യും. അപ്പൊ ഈ 2 ക്വറീസും അതിനകത്ത് ഉണ്ടാവും, DML ക്വറീസിന്റെ അകത്ത് ഉണ്ടാവും. ഇനി എന്താ ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാല് DML കമ്പൈലർ ആൻഡ് ഓർഗനൈസർ ഇയാൾ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാല് ഈ ക്വറീസിനെ എന്ത് ചെയ്യും, ട്രാൻസ്ലേറ്റ് ചെയ്യും. അതായത് ക്വറി ഇവാലുവേഷൻ എഞ്ചിന്
എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്ന രീതിയിൽ എന്ത് ചെയ്യും, ട്രാൻസ്ലേറ്റ് ചെയ്യും. ഓക്കെ, അപ്പൊ ഈ സെക്ഷൻ മനസ്സിലായില്ലേ? നിങ്ങൾ ആപ്ലിക്കേഷൻ പ്രോഗ്രാം ഉണ്ടാവും. ആപ്ലിക്കേഷൻ പ്രോഗ്രാം എന്ത് ചെയ്യും, കമ്പൈലർ ആൻഡ് ലിങ്കർ കമ്പൈൽ ചെയ്യും. ആപ്ലിക്കേഷൻ പ്രോഗ്രാമിന്റെ ഒബ്ജക്ട് കോഡ് ജനറേറ്റ് ചെയ്യും. അതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് ഏതെങ്കിലും ക്വറി സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ടെങ്കിൽ DML ക്വറീസിൻ്റെ അകത്തേക്ക് കൊടുക്കും. ഇവിടെ ഓൾറെഡി സൊഫിസ്റ്റിക്കേറ്റഡ് യൂസർ കൊടുത്ത DML ക്വറീസും ഉണ്ടാവും. അത് രണ്ടും എന്ത് ചെയ്യും, DML കമ്പൈലർ എന്ത് ചെയ്യും, ട്രാൻസ്ലേറ്റ് ചെയ്യും. അതായത് ക്വറി ഇവാലുവേഷൻ എഞ്ചിന് എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്ന രീതിയിലേക്ക് ഈ DML കമ്പൈലർ ഈ ക്വറീനെ ട്രാൻസ്ലേറ്റ് ചെയ്യും. ഓക്കെ, പിന്നെ ഇവിടെ DDL ഇന്റർപ്രിറ്റർ ഉണ്ട്. DDL ഇന്റർപ്രിറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡാറ്റാബേസ് അഡ്മിനിസ്ട്രേറ്റർ റൈറ്റ് ചെയ്ത് കൊടുക്കുന്ന എന്തൊക്കെ ഉണ്ടാവും, ഇന്റഗ്രിറ്റി കൺസ്ട്രെയിൻസ് ഉണ്ടാവും, സ്കീമാസ് ഉണ്ടാവും, അങ്ങനെ കുറെ കാര്യങ്ങൾ ഡാറ്റാബേസ് അഡ്മിനിസ്ട്രേറ്റർ കൊടുക്കുന്നുണ്ടാവും. അതിൻ്റെ അകത്ത് DDL സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ടെങ്കിൽ ആ DDL സ്റ്റേറ്റ്മെന്റ്സിനെ എന്ത് ചെയ്യും, ടേബിളിലേക്ക് സ്റ്റോർ ചെയ്യാൻ വേണ്ടി DDL സ്റ്റേറ്റ്മെന്റ്സിനെ ഇന്റർപ്രറ്റ് ചെയ്യും. എന്നിട്ട് അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ടേബിൾസിലേക്ക് ഡാറ്റാസ് സ്റ്റോർ ചെയ്ത് വെക്കും. അതിന് വേണ്ടിയിട്ടാണ് DDL ഇന്റർപ്രിറ്റർ യൂസ് ചെയ്യുന്നത്. ഓക്കെ അല്ലേ? ക്വറി ഇവാലുവേഷൻ എഞ്ചിനാണ് എന്ത് ചെയ്യുന്നത്, ഈ ക്വറീസിനെയൊക്കെ എക്സിക്യൂട്ട് ചെയ്യുന്നത്. ഇപ്പൊ ക്വറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുകിൽ ഇൻസേർട്ട് ചെയ്യാനായിരിക്കും, അല്ലെങ്കിൽ അപ്ഡേറ്റ് ചെയ്യാനായിരിക്കും, അല്ലെങ്കിൽ ഓൾറെഡി സ്റ്റോർ ചെയ്ത ഡാറ്റാസിനെ റിട്രീവ് ചെയ്യാനായിരിക്കും. അങ്ങനെയൊക്കെയാണ് നമ്മൾ ക്വറി എഴുതുന്നത്. ഇപ്പൊ ക്വറീനെ ഇവാലുവേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് വേണ്ടി വരും, ഒരു സ്റ്റോറേജ് അറിയാലോ, നമുക്ക് ഡാറ്റാബേസ് എന്ന് പറയുന്നത് സ്റ്റോറേജ് കൺസെപ്റ്റ് ആണ് അല്ലെ. അപ്പോൾ ഓൾറെഡി ഡാറ്റാസ് സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ആ സ്റ്റോറേജ് സ്ഥലത്ത് നിന്നൊക്കെയാണ് എന്ത് ചെയ്യുന്നത്, ഡാറ്റാസ് അഡീഷണൽ ഡാറ്റാസ് ഇൻസേർട്ട് ചെയ്യാൻ കൊടുക്കുന്നത്, അല്ലെങ്കിൽ അവിടെ നിന്ന് റിട്രീവ് ചെയ്യാനൊക്കെ കൊടുക്കുന്നത്. അപ്പൊ നമുക്ക് എന്ത് വേണം, സ്റ്റോറേജ് മാനേജർ വേണം. ഓക്കെ, അപ്പൊ സ്റ്റോറേജ് മാനേജർ എന്നാണ് എന്ത് ചെയ്യുന്നത്, ഈ ക്വറി ഇവാലുവേഷൻ എഞ്ചിൻ ഒന്നുകിൽ ഡാറ്റ ഇങ്ങോട്ടേക്ക് സ്റ്റോർ ചെയ്യുന്നതായിരിക്കും, അല്ലെങ്കിൽ ഓൾറെഡി ഉള്ള ഡാറ്റാസിനെ അങ്ങോട്ടേക്ക് റിട്രീവ് ചെയ്യുന്നതായിരിക്കും, അല്ലെങ്കിൽ ഇവിടുത്തെ ഉള്ള ഡാറ്റാസിനെ എഡിറ്റ് ചെയ്യുന്നതായിരിക്കും. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ക്വറി ഇവാലുവേഷൻ എഞ്ചിന് പെർഫോം ചെയ്യേണ്ടി വരിക. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുള്ള സാധനങ്ങളാണ് ഇവിടെ കാണുന്നത്. അതിൽ ഒന്നാമത്തേന്ന് പറയുന്നത് ബഫർ മാനേജർ. ബഫർ മാനേജർ എന്ന് പറയുന്നത് ടെമ്പററി സ്റ്റോറേജിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്. ഇപ്പൊ ഡാറ്റാസിനെ എന്ത് ചെയ്യുന്നു, ഡിസ്ക് സ്റ്റോറേജിൽ നിന്ന് ഫെച്ച് ചെയ്തിട്ട് എന്ത് ചെയ്യും, ടെമ്പററി ആയിട്ട് ബഫർ മാനേജർ അവിടുത്തെ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. നമ്മൾ ക്യാഷ് മെമ്മറി കേട്ടിട്ടില്ലേ? ക്യാഷ് മെമ്മറി എന്താ പറയുന്നത്, ഫ്രീക്വന്റ് ആയിട്ട് ആക്സസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഡാറ്റേനെ എന്ത് ചെയ്യും, ക്യാഷ് മെമ്മറിയിൽ സ്റ്റോർ ചെയ്ത് വെക്കും. എന്തിനു വേണ്ടിയിട്ടാ, സ്റ്റോറേജിന്റെ ആക്സസ് സ്പീഡ് കൂട്ടാൻ വേണ്ടിയിട്ടാണ് ക്യാഷ് മെമ്മറി യൂസ് ചെയ്യുന്നത്. അതുപോലൊരു ഫംഗ്ഷനാണ് ബഫർ മാനേജർ പെർഫോം ചെയ്യുന്നത്. അപ്പോൾ ഓൾറെഡി ഇതിൻ്റെ അകത്ത് ഡാറ്റാസിനെ എടുത്തിട്ട് ടെമ്പററി ആയിട്ട് ബഫർ മാനേജറിൽ പ്ലേസ് ചെയ്തിട്ടുണ്ടാവും. നമുക്ക് ഈസിലി ഡാറ്റാസിനെ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പൊ നെക്സ്റ്റ് പറയുന്നത് ഫയൽ മാനേജർ ആണ്. ഫയൽ മാനേജർ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് മാനേജസ് ദ അലോക്കേഷൻ ഓഫ് സ്പേസ് ഓൺ ഡിസ്ക് സ്റ്റോറേജ്. അപ്പൊ ഡിസ്ക് സ്റ്റോറേജ് താഴെ കാണിച്ചിരിക്കുന്ന ഡിസ്ക് സ്റ്റോറേജിൽ ആവശ്യമായിട്ടുള്ള സ്പേസ് അലോക്കേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഫയൽ മാനേജർ യൂസ് ചെയ്യുന്നത്. ഇപ്പൊ ആവശ്യമായിട്ടുള്ള ഡാറ്റ സ്ട്രക്ചേഴ്സ് ഒക്കെ യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യും, നമുക്ക് സ്റ്റോർ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള സ്റ്റോറേജ് അത് പ്രൊവൈഡ് ചെയ്യുന്നത് ആരാണ്, ഡിസ്ക് സ്റ്റോറേജിൽ ആവശ്യമായിട്ടുള്ള സ്പേസ് പ്രൊവൈഡ് ചെയ്യുന്നത് ഫയൽ മാനേജറാണ്. പിന്നെ നെക്സ്റ്റ് പറയുന്നതാണ് ഓതന്റിക്കേഷൻ ആൻഡ് ഇന്റഗ്രിറ്റി മാനേജർ. ഓതന്റിക്കേഷൻ ആൻഡ് ഇന്റഗ്രിറ്റി മാനേജർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു ആക്ടിവിറ്റി ചെയ്യും. നമ്മളിപ്പോൾ സപ്പോസ് ഒരു എന്തെങ്കിലും അക്കൗണ്ട് ഡീറ്റെയിൽസ് എടുക്കാനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും, ഇപ്പൊ നിങ്ങൾക്ക് ഒരു പൈസ വിഡ്രോ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്തെങ്കിലും ട്രാൻസാക്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നതെന്നൊക്കെ വിചാരിക്കും. ഇതൊരു ബാങ്കിങ് ആപ്ലിക്കേഷൻ്റെ അത്. അപ്പോൾ ഓതറൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ട്രാൻസാക്ഷൻ ചെയ്യാനുള്ള അതോറിറ്റി പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ. അപ്പൊ നിങ്ങൾ വേറെ ആരുടെയെങ്കിലും അക്കൗണ്ടിൽ നിന്ന് ട്രാൻസാക്ഷൻ ചെയ്യാൻ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പറ്റില്ല അല്ലെ. അപ്പൊ നിങ്ങളിതൊരു ഓതറൈസ്ഡ് പാർട്ടി ആണോ എന്ന് ചെക്ക് ചെയ്യണം. അതുപോലെ തന്നെ നമ്മൾ ഒരു ട്രാൻസാക്ഷൻ ചെയ്യുന്ന സമയത്ത് നമ്മുടെ അക്കൗണ്ടിൽ മിനിമം ബാലൻസ് കീപ്പ് ചെയ്തിട്ട് മാത്രമേ ട്രാൻസാക്ഷൻ ചെയ്യാൻ പറ്റൂ എന്നൊക്കെ ഉണ്ട്. അപ്പൊ അതൊരു ഇന്റഗ്രിറ്റി കൺസ്ട്രെയിന്റ് ആണ്. അപ്പൊ അങ്ങനെയുള്ള ഓതറൈസേഷൻ ആൻഡ് ഇന്റഗ്രിറ്റി കൺസ്ട്രെയിൻസ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഓതറൈസേഷൻ ആൻഡ് ഇന്റഗ്രിറ്റി മാനേജർ യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് പറയുന്നത് ട്രാൻസാക്ഷൻ മാനേജർ ആണ്. ട്രാൻസാക്ഷൻ മാനേജർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു സീക്വൻസ് ഓഫ് ആക്ഷൻസ് ചെയ്യുന്ന സമയത്ത്, അപ്പൊ നിങ്ങൾ ബാലൻസ് എൻക്വയറി ചെയ്യുന്നു, ബാലൻസ് ട്രാൻസ്ഫർ ചെയ്യുന്നു, അങ്ങനെ ഒരുപാട് ആക്ടിവിറ്റീസ് ഒന്നിച്ച് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ കംപ്ലീറ്റ് ട്രാൻസാക്ഷൻ കഴിഞ്ഞതിന് ശേഷം സിസ്റ്റം ഒരു കൺസിസ്റ്റന്റ് സ്റ്റേറ്റിലാണോ എന്ന് ചെക്ക് ചെയ്യണം. അതായത് സിസ്റ്റത്തിൽ എന്തെങ്കിലും എറർ വന്നിട്ടുണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്യണം. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നതാണ് ട്രാൻസാക്ഷൻ മാനേജർ. അതൊരു സീക്വൻസ് ഓഫ് ആക്ഷൻ ചെയ്യുന്ന സമയത്താണ് ചെയ്യുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ ബഫർ മാനേജർ ടെമ്പററി സ്റ്റോറേജ് ഓർ ഫാസ്റ്റ് ആക്സസിന് വേണ്ടിയിട്ടാണ്.
ഫയൽ മാനേജർ സ്പേസ് അലോക്കേഷന് വേണ്ടിയിട്ടാണ്. ഓതന്റിക്കേഷൻ ആൻഡ് ഇന്റഗ്രിറ്റി മാനേജർ ഓതറൈസേഷനും അതുപോലെ തന്നെ ഇന്റഗ്രിറ്റി കൺസ്ട്രെയിൻസും സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ട്രാൻസാക്ഷൻ മാനേജർ ഒരു സീക്വൻസ് ഓഫ് ആക്ഷൻസ് പെർഫോം ചെയ്യുന്ന സമയത്ത് സിസ്റ്റത്തിന്റെ കൺസിസ്റ്റന്റ് സ്റ്റേറ്റ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്. ഇനി ലാസ്റ്റ് പാർട്ടാണ്. ലാസ്റ്റ് പാർട്ട് എന്താ? ഡിസ്ക് സ്റ്റോറേജ് എന്ന് പറയുന്ന പാർട്ടാണ്. അപ്പൊ അതിൻ്റെ അകത്ത് എന്തൊക്കെയാ ഉള്ളത് നോക്കുക. ഡാറ്റ ഉണ്ട്, ഇൻഡീസസ് ഉണ്ട്, അതുപോലെ തന്നെ ഡാറ്റ ഡിക്ഷണറി ഉണ്ട്, സ്റ്റാറ്റിസ്റ്റിക്കൽ ഡാറ്റ ഉണ്ട്. അതിൽ ഡാറ്റ എന്ന് പറയുന്നത് ഡാറ്റാബേസ് ഇറ്റ് സെൽഫ്. അപ്പൊ നിങ്ങൾ കംപ്ലീറ്റ് ഡാറ്റാബേസിനെ സ്റ്റോർ ചെയ്യുന്നത് ഡാറ്റ എന്ന് പറയുന്ന സ്റ്റോറേജിലാണ്. അപ്പൊ നമ്മൾ ഡാറ്റ റെപ്രസെന്റ് ചെയ്യുന്നത് ദ കംപ്ലീറ്റ് ഡാറ്റാബേസ് ഇറ്റ് സെൽഫ് ആണ് ഡാറ്റ എന്ന് പറയുന്നത്. ഇനി ഇൻഡീസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ടെക്സ്റ്റിലൊക്കെ ഇൻഡെക്സ് കണ്ടിട്ടുണ്ടാവും അല്ലെ? ഇൻഡെക്സ് എന്തിനാ കൊടുക്കുന്നത്? ടെക്സ്റ്റിന്റെ ഫ്രണ്ടിലൊക്കെ എവിടെയാണെന്നുള്ളത് കറക്റ്റ് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. നിങ്ങൾ ടെക്സ്റ്റ് മുഴുവൻ സെർച്ച് ചെയ്യുന്നതിന് പകരം ഇൻഡെക്സ് നോക്കിയിട്ട് ഇത്ര പേജിലാണെന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? ഫാസ്റ്റ് ആയിട്ട് നിങ്ങളുടെ ഡാറ്റ ആക്സസ് ചെയ്യാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെയാണ് ഡാറ്റാബേസിന്റെ കേസിലും ഇൻഡീസസ് കൊടുത്തു കഴിഞ്ഞാൽ ഫാസ്റ്റ് ആയിട്ട് ഡാറ്റ ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഇനി ഡാറ്റ ഡിക്ഷണറി എന്ന് പറഞ്ഞാൽ മെറ്റാ ഡാറ്റ സ്റ്റോർ ചെയ്യാൻ വേണ്ടി, അതായത് ഡാറ്റ എബൌട്ട് എ ഡാറ്റ, അതാണ് മെറ്റാ ഡാറ്റ എന്ന് പറഞ്ഞാൽ പറയുന്നത്. അപ്പൊ മെറ്റാ ഡാറ്റാസ് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് ഈ ഡാറ്റ ഡിക്ഷണറി യൂസ് ചെയ്യുന്നത്. പിന്നെയുള്ളത് സ്റ്റാറ്റിസ്റ്റിക്കൽ ഡാറ്റ ആണ്. ഇപ്പൊ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻഫർമേഷൻ അബൌട്ട് ദ ഡാറ്റാബേസ് ആണ് സ്റ്റാറ്റിസ്റ്റിക്കൽ ഡാറ്റേൻ്റെ അകത്ത് ഉണ്ടാവാം. അപ്പൊ അത് സ്റ്റാറ്റിസ്റ്റിക്കൽ ഡാറ്റ വെച്ചിട്ടാണ് എഫിഷ്യന്റ് ആയിട്ട് നമുക്ക് ഡാറ്റ റിട്രീവൽ എല്ലാം പോസിബിൾ ആവുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഓവറോൾ സിസ്റ്റം സ്ട്രക്ചറിൽ നമുക്ക് പഠിക്കാനുള്ളത്. നമുക്ക് ഒന്നുകൂടി ഫസ്റ്റ് തന്നെ നോക്കാം. അപ്പോൾ 4 പാർട്സ് ആ ഉള്ളതെന്ന് പറഞ്ഞു. ഫസ്റ്റത്തെ പാർട്ടിൻ്റെ അകത്ത് എന്താ ഉള്ളത്? ഡാറ്റാബേസ് യൂസേഴ്സ് ആണ് അല്ലെ? ഡാറ്റാബേസ് യൂസേഴ്സ്, നേവി യൂസർ ഉണ്ട്, ആപ്ലിക്കേഷൻ പ്രോഗ്രാമർ ഉണ്ട്, സോഫിസ്റ്റിക്കേറ്റഡ് യൂസർ ഉണ്ട്, ഡാറ്റാബേസ് അഡ്മിനിസ്ട്രേറ്റർ ഉണ്ട്. അതിൽ നേവി യൂസർ ആപ്ലിക്കേഷൻ പ്രോഗ്രാം യൂസ് ചെയ്തിട്ട് സിസ്റ്റമായിട്ട് ഇന്ററാക്ട് ചെയ്യും. ആപ്ലിക്കേഷൻ പ്രോഗ്രാം റൈറ്റ് ചെയ്തിട്ട് സിസ്റ്റമായിട്ട് ഇന്ററാക്ട് ചെയ്യും. സോഫിസ്റ്റിക്കേറ്റഡ് യൂസർ ക്വറി ടൂൾസ് യൂസ് ചെയ്തിട്ട് ക്വറി റൈറ്റ് ചെയ്തിട്ട് ഇന്ററാക്ട് ചെയ്യും. ഡാറ്റാബേസ് അഡ്മിനിസ്ട്രേറ്റർ അഡ്മിനിസ്ട്രേറ്റീവ് ടൂൾസ് യൂസ് ചെയ്തിട്ട് സിസ്റ്റത്തിനെ ഓവറോൾ എന്ത് ചെയ്യും? ഓവറോൾ ആക്ടിവിറ്റീസിനെ കോർഡിനേറ്റ് ചെയ്യും. അതായത് സ്കീമ ഡെഫിനിഷൻ, സ്റ്റോറേജ് ഡെഫിനിഷൻ, ഓതറൈസേഷൻ ആൻഡ് ഇന്റഗ്രിറ്റി ഡെഫിനിഷൻ, അതൊക്കെ ചെയ്യുന്നത് ഡാറ്റാബേസ് അഡ്മിനിസ്ട്രേറ്റർ ആണ്. നെക്സ്റ്റ് ലെവൽ എന്ന് പറയുന്നത് എന്താ? ക്വറി പ്രൊസസ്സർ ആണ്. അതിൻ്റെ അകത്ത് ശരിക്കുള്ള നിങ്ങൾ കൊടുത്തിരിക്കുന്ന പ്രോഗ്രാമിന്റെ എക്സിക്യൂഷൻ, ക്വറിന്റെ പ്രോസസ്സിംഗ് ഒക്കെ നടക്കുന്നത് ഈ ഒരു സ്റ്റേജിലാണ്. അപ്പൊ ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? കമ്പൈലർ നിങ്ങളുടെ പ്രോഗ്രാമിനെ കമ്പൈൽ ചെയ്യും, അതിന്റെ പ്രോഗ്രാം കോഡിന്റെ ഒബ്ജക്ട് കോഡ് ജനറേറ്റ് ചെയ്യും, അതുപോലെ തന്നെ DML ക്വറീസിനെ അതിൻ്റെ അകത്ത് എക്സ്ട്രാക്ട് ചെയ്യും. ഓൾറെഡി സോഫിസ്റ്റിക്കേറ്റഡ് യൂസർ റൈറ്റ് ചെയ്ത DML ക്വറീസ് ഉണ്ടാവും. ആ 2 DML ക്വറീസിനെ എന്ത് ചെയ്യും? DML കമ്പൈലർ എന്ത് ചെയ്യും? ഈ ഇവാലുവേഷൻ എഞ്ചിനെ എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഫോമിലേക്ക് മാറ്റും. ക്വറി ഇവാലുവേഷൻ എഞ്ചിനാണ് ആക്ച്വൽ എക്സിക്യൂഷൻ ഓഫ് ക്വറി നടക്കുന്നത്. ക്വറി ഇവാലുവേഷൻ ഓഫ് എഞ്ചിൻ്റെ അകത്താണ് ഇവരെന്ത് ചെയ്യും? നമുക്കിപ്പം ക്വറി എന്ന് പറയുന്നത് സ്റ്റോർ ചെയ്യാനുള്ള ക്വറി ആണെങ്കിൽ എന്ത് ചെയ്യേണ്ടി വരും? ഡിസ്ക് സ്റ്റോറേജിലേക്ക് സ്റ്റോർ ചെയ്യേണ്ടി വരും. ആക്സസ് തിരിച്ച് റിട്രീവ് ചെയ്യാനുള്ളതാണെങ്കിൽ ഡിസ്ക് സ്റ്റോറേജിൽ നിന്ന് തിരിച്ച് ആക്സസ് ചെയ്യേണ്ടി വരും. അപ്പോൾ ആ ആക്ടിവിറ്റീസ് ഒക്കെ നടക്കുന്നത് ക്വറി ഇവാലുവേഷൻ എഞ്ചിൻ വെച്ചിട്ടാണ്. പിന്നെ ഇവിടെ DDL ഇന്റർപ്രറ്റർ ഉണ്ട്. അത് ഡാറ്റാബേസ് അഡ്മിനിസ്ട്രേറ്റർ കൊടുക്കുന്ന DDL സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ടെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നിങ്ങളുടെ ടേബിളിലേക്ക് സ്റ്റോർ ചെയ്യാനൊക്കെ ചെയ്യുന്നതാണ് DDL ഇന്റർപ്രറ്റർ എന്ന് പറയുന്നത്. ഇനി നിങ്ങൾ സ്റ്റോറേജ് മാനേജർ നോക്കാം. സ്റ്റോറേജ് മാനേജറിൻ്റെ അകത്ത് ബഫർ മാനേജർ ഉണ്ട്. അത് ഞാൻ പറഞ്ഞു എന്താണ്? ടെമ്പററി സ്റ്റോറേജ് ആണ് ഈസി ആക്സസിന് വേണ്ടിയിട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഓൾറെഡി എപ്പോഴും ആക്സസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഡാറ്റാസ് നമുക്ക് എന്ത് ചെയ്യാം? ബഫർ മാനേജറിലെടുത്ത് പോസ്റ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ആക്സസ് ചെയ്യണമെങ്കിൽ ബഫർ മാനേജറിൽ പോയിട്ട് പോസ്റ്റ് ചെയ്താൽ നോക്കിയാൽ മതി. ഇനി ഫയൽ മാനേജർ എന്ന് പറയുന്നത് ആവശ്യമായിട്ടുള്ള ഡിസ്ക് സ്പേസ് ഒക്കെ അലോക്കേറ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഫയൽ മാനേജറിന് പ്ലേസ് ചെയ്തിരിക്കുന്നത്. ഓതറൈസേഷൻ ആൻഡ് ഇന്റഗ്രിറ്റി മാനേജർ എന്ന് പറയുന്നത് ഓതറൈസ്ഡ് ആണോ നിങ്ങൾ, അതുപോലെ തന്നെ ഇന്റഗ്രിറ്റി കൺസ്ട്രെയിൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ട്രാൻസാക്ഷൻ മാനേജർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സീക്വൻസ് ഓഫ് ക്വറീസ് എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ അതിന്റെ കൺസിസ്റ്റൻസി സേവ് ചെയ്തിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഡാറ്റ എന്ന് പറയുന്നത് ഡാറ്റാബേസിന് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇൻഡീസസ് എന്ന് പറയുന്നത് ഈ ഡാറ്റാബേസിൽ നിന്ന് ഈസിലി ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഡാറ്റ ഡിക്ഷണറി മെറ്റാ ഡാറ്റ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സ്റ്റാറ്റിസ്റ്റിക്കൽ ഡാറ്റ അതുപോലെ തന്നെ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള റിട്രീവൽ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സ്റ്റാറ്റിസ്റ്റിക്കൽ ഡാറ്റ ഈസി റിട്രീവൽ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ.